ഫൈൻ കെയർ പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ കുരിക്കിലാട് 3ാം വാർഷികത്തിൽ സൗഹൃദ സംഗമവും പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിച്ചു. ചെയർമാൻ ബി ഇബ്രാഹിം ഹാജി അധ്യക്ഷത വഹിച്ചു. ഈ 3 വർഷം കൊണ്ട് ഒരുപാട് ചെറുതും വലുതുമായിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് ഫൈൻ കെയർ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം മാസാമാസം നല്ലൊരു തുക ഇതിന് വേണം എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അതിങ്ങനെ കടത്തിലേക്ക് പോകുമ്പോൾ രാത്രി 12 മണിക്കും 2 മണി വരെയൊക്കെ ചില വീടുകളിൽ ഇരുന്ന് സംസാരിച്ച് ഇതിൻ്റെ വരുംപരായികൾ അവരെ മനസ്സിലാക്കി കൊടുക്കുകയും അപ്പോൾ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ ചിലപ്പം അയാൾക്ക് എത്രയാണ് പേന കൊണ്ട് എഴുതാൻ പറ്റുന്നത്, ചിലപ്പം 2,000, ചിലപ്പം 3,000, ചിലപ്പം 5,000, ചിലപ്പോൾ 50,000, ചിലപ്പം 10,000, ചിലപ്പോൾ ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല. ഇങ്ങനെ നീണ്ടുപോകുന്നു 3 വർഷത്തെ കഥകൾ. അതുകൊണ്ട് തന്നെ പൈസ ഇല്ലാത്തത് കൊണ്ട് ഫൈൻ കെയറിന് ഒരു സംഗതിയും ഇന്ന് വരെ നടക്കാതെ കണ്ടായി പോയിട്ടില്ല. പിന്നെ ഫൈൻ കെയർ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം 2 നില വീടായിരിക്കും. ആ വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവും. അത് അയാൾ ബഹ്റൈനിലുള്ളപ്പം അല്ലെങ്കിൽ ഖത്തറിലുള്ളപ്പം അയാളെടുത്ത വീടായിരിക്കും. അത് ഇന്ന് അയാൾക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പം കുട്ടികൾ 3-4 ഉണ്ടാവും. ചിലപ്പോൾ അവരെ തന്നെ നോക്കാൻ പറ്റാത്ത ചുറ്റുപാടായിരിക്കും. അപ്പോൾ ആ അടുക്കളയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നേരാവണ്ണം അടുപ്പ് തീ കത്തുന്നില്ല എന്ന് ഫൈൻ കെയറിന് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ള അയൽക്കാരന് ചിലപ്പോൾ സാധിച്ച് എന്ന് വരില്ല. അപ്പം അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇരു ചെവികൾ അറിയാതെ കണ്ട് ആ വീട്ടിലേക്ക് എന്താണോ ആവശ്യം അതവിടെ എത്തിയിരിക്കും. അതിന് പ്രത്യേക തന്നെ ഒരു സ്ക്വാഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൈൻ കെയറിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നല്ല അവിടെ കൊണ്ടുപോവാ. ഫൈൻ കെയറിന്റെ ആൾക്കാരും അവിടെ കൊണ്ടുപോകില്ല. കാരണം ഒന്നുമില്ലാത്തൊരാൾക്ക് ഒരാളുടെ അടുത്ത് പോയിട്ട് എൻ്റെ കാര്യം വലിയ വിഷമാണ്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് ഇന്നേ സ്കാൻ ചെയ്യണം എന്ന് പറയുന്നതിനൊരു മടിയും ഉണ്ടാവില്ല. അയാൾ പറയുന്നത് ശരിയാണ്, അയാൾക്ക് ആ കേൾക്കുന്ന ആൾ കൊടുക്കുകയും ചെയ്യും. അതേ സൈസ് അഭിമാനം പണയപ്പെടുത്താൻ ഒരുക്കമല്ലാത്തവർ ഈ സെൻട്രലിൽ ജീവിച്ച് വന്ന് നല്ല മാന്യനായി വസ്ത്രധാരണം ചെയ്ത് എൻ്റെ അടുത്തൊന്നുമില്ല, എനിക്കിപ്പോൾ പോയിട്ടൊരു സ്കാൻ ചെയ്യാൻ പൈസ ഇല്ല എന്ന് അയാൾ മരിച്ചു പോകുന്നതാണെങ്കിൽ കൂടി വെളിയിലേക്ക് പറയാൻ അയാൾ ഒരുക്കല്ല. അത്തരം ആൾക്കാരെ കണ്ടെത്തി അവർക്ക് ഇരു ചെവികൾ അറിയാതെ കണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയാണ് ഫൈൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരനും പാലിയേറ്റീവ് പ്രവർത്തകനുമായ ബഷീർ തിക്കോടി മുഖ്യ പ്രഭാഷണം നടത്തി. വാർദ്ധക്യത്തിൽ പണവും ഉണ്ട്, സമയമുണ്ട്, പക്ഷെ അപ്പോഴേക്ക് ആരോഗ്യം പോയിരിക്കും. പക്ഷേ ആ സമയത്ത് അത്രയൊന്നും ഉയരമില്ലാത്ത, അത്രയൊന്നും തടിയും പ്രൗഢിയും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു ധ്യാന നിമഗ്നതയോടെ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനി എൻ്റെ ജീവിതം എവിടെയൊക്കെയാണ് പിടയുന്ന മനുഷ്യരുള്ളത്, എവിടെയൊക്കെയാണ് രോഗാദി ദുരിതങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുള്ളത്, അവിടങ്ങളിലേക്കൊക്കെ ചെന്നെത്തി നോക്കുന്ന ഏറ്റവും മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കൊണ്ട് എനിക്ക് ഈ ജീവിതത്തെ അടയാളപ്പെടുത്തണം എന്ന് ഒരു മനുഷ്യൻ തീരുമാനിക്കുന്നു. ആ മനുഷ്യൻ്റെ പേര് നിങ്ങളൊക്കെ ഹൃദയാന്തരങ്ങളിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്. ഇബ്രാഹിം ഹാജി, ഇബ്രാഹിം സാഹിബ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. 70 വയസ്സാണ് ഒരു ശരാശരി മലയാളിയുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത്. അത് എത്ര ദിവസമാണെന്നറിയോ? 25,567 ദിവസമാണ്. ഇതിൽ 9,000 ദിവസം നമ്മൾ ഉറങ്ങി തീർക്കും, 9,000 ദിവസം നമ്മൾ ജോലി ചെയ്ത് തീർക്കും. പിന്നുള്ളത് കുറച്ച് ഒരു 8,000 ദിവസമാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടിക്കാലമുണ്ട്, നമ്മുടെ വാർദ്ധക്യകാലമുണ്ട്.
ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന ഒരു 2500 ദിവസമാണ് നമ്മൾ ഹിന്ദുവാവുന്നത്, മുസൽമാനാവുന്നത്, CPM കാരനാവുന്നത്, ലീഗുകാരനാവുന്നത്, BJP കാരനാവുന്നത്. പകയിലെരിയുന്നൊരു മനസ്സുമായി നാം ഒക്കെ ഇങ്ങനെ ഒന്നും നിക്ഷേപിക്കാതെ മുണ്ടും മാടിക്കുത്തി പകയോടെ വിദ്വേഷത്തോടെ മുഖത്തൊരു ചെറു പുഞ്ചിരി പോലും വിരിയിക്കാനാവാതെ നമുക്ക് ജീവിതത്തെ അസഹ്യമായ ഒരു അനുഭവമാക്കി തീർക്കുന്നത്. എപ്പോഴാണ് നമ്മുടെ ജീവിതം മഹത്തരമാവുന്നത് എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം കൊട്ടാര സദൃശ്യമായ വീടോ ആ വീടിൻ്റെ മുറ്റത്ത് നിർത്തിയിട്ട കാറോ അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് ബാലൻസോ അല്ല എന്നും, എൻ്റെ നല്ല കാലത്ത് തൻ്റെ വീടിൻ്റെ വലിയ ഉയർന്ന മതിലിൻ്റെ അപ്പുറത്ത് ഒരു മനുഷ്യൻ രോഗാതി ദുരിതങ്ങൾ കൊണ്ട് പൊറുതികേട് അനുഭവിക്കുന്നുണ്ട്. ആ മനുഷ്യൻ്റെ അരികിലേക്ക് ചെന്നിട്ട് അവൻ്റെ പുറമൊന്ന് തടവി കൊടുക്കുകയും അവന് സമാശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒരു തണൽ വൃക്ഷ ചുവട് ഒരുക്കുകയും ചെയ്യാൻ നമുക്ക് എത്ര പേർക്ക് സാധ്യമാവുന്നു ഈ കാലത്ത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം. ഫൈൻ കെയർ പാലിയേറ്റീവ് ഹോം കെയറിന് വേണ്ടി വാങ്ങിയ മൂന്നാമത്തെ വാഹനം ജീവകാരുണ്യ പ്രവർത്തകനും ഫൈൻ കെയർ എക്സിക്യൂട്ടീവ് മെമ്പറുമായ റഫീഖ് AM ചൈന ഫ്ലാഗ് ഓഫ് ചെയ്തു. ചോറോട് ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് മെമ്പർ രാജേഷ് ചോറോട്, വടകര മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് M. അബ്ദുൾ സലാം, ജംഷിദ ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അഷ്റഫ് പട്ടാര, അബ്ദുൾ ജലാൽ, ജമാൽ ETK, അസ്ലം, അബ്ദുൾ നാസർ, നസീർ K തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ജനറൽ സെക്രട്ടറി റിയാസ് MK സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഫൈൻ കെയർ എക്സിക്യൂട്ടീവ് മെമ്പർ KPA മനാഫ് നന്ദി പറഞ്ഞു.